ഹായ് അസ്സലാമലൈക്കും ഗൈസ്. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ കാസർഗോട്ടുകാരുടെ ഒരു പെരുന്നാൾ അപ്പമായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം. ഇതേപോലത്തെ നല്ല സോഫ്റ്റായിട്ട് ഈത്തപ്പഴമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിൻ്റെ കുരുവൊക്കെ നീക്കിയാൽ ഇതേപോലെ കിട്ടും. അങ്ങനെ എല്ലാം കൂടി ഞാനിപ്പോൾ കുരു കളഞ്ഞിട്ട് കുറച്ച് പിച്ചി ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം നെയ്യ് വെച്ച് കൊടുക്കാം. നെയ്യൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു 1/4 കപ്പിൽ കുറച്ച് താഴെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അധികം റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിലോട്ട് കുറച്ച് കറുത്ത മുന്തിരിങ്ങ, ഇത് ഞാൻ വലിയ മുന്തിരിങ്ങ അതിൻ്റെ പേരിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഈ ഈത്തപ്പഴവും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നല്ലവണ്ണം മിക്സായിട്ട് അലിഞ്ഞ് വരും. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈത്തപ്പഴം നല്ലവണ്ണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ് ഞാൻ ചേർക്കുന്നുള്ളത്, ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഈ തേങ്ങയുടെ ഒരു കുറച്ചൊന്ന് റോസ്റ്റായി കിട്ടണം. നമുക്കിത് നല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തേങ്ങ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് 1 മാസം വരെ സ്റ്റോർ ചെയ്യാം ഈ സ്നാക്ക്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വരാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പച്ചരി ഇതേപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. അതിലോട്ട് ഒരു നുള്ളു ഉപ്പും 2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനതിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ലൂസ് ബാറ്ററായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. മനസ്സിലായാലും ഒരു നുള്ളു ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് എന്താ വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് പച്ചരി, ഒരു കോഴിമുട്ട, ഇതെല്ലാം കൂടി അരച്ച് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസിൽ തന്നെ കിട്ടണം കേട്ടോ. നല്ല നമ്മൾ ദോശക്ക് ഉണ്ടാക്കുന്ന ബാറ്ററില്ല അതേപോലെ ആയി കിട്ടണം. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇത് കൈകൊണ്ട് ഒന്നും കൂടി നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം നെയ്യാക്കി കൊടുത്താൽ മതി. ഇളം ചൂടോട് തന്നെ ഇത് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് ഇങ്ങനെ ഉണ്ട പിടിക്കുക, ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഈത്തപ്പഴത്തിൻ്റെ ഷേപ്പ് തന്നെയാണ് ആക്കി കൊടുക്കുന്നുള്ളത്. എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ്സൊക്കെ ഉണ്ടായത് അതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ കുഞ്ഞാക്കി കൊടുത്താൽ മതി. എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഞാൻ പറഞ്ഞ ഇളം ചൂടിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അധികം ബലമില്ലാതെ. നല്ലോണം തണുത്ത് പോയാൽ ഇത് ഉറച്ച് പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഉണ്ടല്ലോ, ഒരു കൈ കൊണ്ട് തന്നെ ആക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈസി റെസിപ്പികളുണ്ട് എൻ്റെ ചാനലിൽ ഒരുപാട്. അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. അങ്ങനെ എല്ലാം ആക്കി വരാം. അതാ കണ്ടല്ലോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ളവർക്ക് നല്ലൊരു സ്നാക്കാണ് ഇത്. അത് ഞാൻ പറഞ്ഞത് സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് ഇനി ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിലിൻ്റെ ബഹളമാണ് നിങ്ങൾ പിറകിൽ കേൾക്കുന്നത്. നമുക്ക് ഈ ബാറ്റർ ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഈത്തപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ചൂടായ എണ്ണയിലോട്ട്, വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നുള്ളത്, ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇത്രയും കവറായാൽ മതി. അതിനാണ് ഇത്രയും പിന്നാക്കിയിട്ട് ഈ ബാറ്റർ എടുക്കാൻ പറഞ്ഞത്. എല്ലാം ഇതേപോലെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഉണ്ടല്ലോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ കോട്ടിങ് വരിക. അത് നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓയിലൊന്നും കുടിക്കില്ല, കണ്ട ഒഴിച്ച ഓയിൽ അതിൽ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും.
എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടിട്ട് ഇപ്പോൾ നല്ല ചൂടാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറത്ത്. ഇപ്പോൾ ഇത് ചൂടായതിൻ്റെ പേരിൽ ഇപ്പോൾ നല്ല സോഫ്റ്റാണ് കാണുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.